പ്രിയൻ, ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ നോക്കി. പാറു ഈ ഹോസ്റ്റലിലില്ല. അവള് പിന്നെ എവിടെ പോയി? പ്രിയൻ, പാറു എപ്പോഴും ഇവിടുന്ന് പോയതെന്ന് അറിയില്ല. എങ്ങോട്ടാ പോയിരിക്കുന്നതെന്നും അറിയില്ല. നമ്മളിനി എന്താ ചെയ്യാ പ്രിയൻ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഐഷ. നിങ്ങൾ പേടിക്കോന്നോർത്താ ഞാൻ പറയാതിരുന്നത്. പാറുവിന്റെ ഫോട്ടോ മാത്രമല്ല, വേറെയും കുറെ പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസിലൊക്കെ ഡേറ്റ് വിട്ടിട്ടുണ്ട്. നന്ദൻ അവരെ മിസ്യൂസ് ചെയ്യോ കൊല്ലുകയോ ഒക്കെ ചെയ്ത ഡേറ്റ് ആയിരിക്കും അത്. പാറുവിന്റെ ഫോട്ടോയുടെ കൂടെ ടുഡേ എന്നാ ഉള്ളത്. അവളെ കാണാനുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് പേടിയാവുന്നടി. നമ്മുടെ പാറു നമ്മളൊരു 10,000 തവണയെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ നീ അപകടത്തിലാണെന്ന്. നമ്മളെക്കാളും അവൾക്ക് വിശ്വാസം നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആ ഡ്യൂപ്ലിക്കേറ്റ് ഗന്ധർവനെയായിരുന്നു. അവൾ സ്വയം വരുത്തി വെച്ച ആപത്താ ഇത്. അങ്ങനെ പറഞ്ഞ് നമുക്ക് അവളെ കൈവിടാൻ പറ്റുമോ? പ്രിയൻ, മീരയാ, പാറുവിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക പ്രിയൻ. അവളെ രക്ഷിക്കാനുള്ള വഴി തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അവളുടെ ഫോൺ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. അതിന്റെ ലോക്ക് അഴിക്കാൻ നിനക്ക് കഴിയോ? അറിയാം, ലോക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത് ഞാനാ. പെട്ടെന്ന് ഓപ്പൺ ചെയ്യ. ഗന്ധർവൻ എന്ന പേരിലോ നന്ദൻ എന്ന പേരിലോ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്ക്. ആ പ്രിയൻ, ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. വോയിസ് മെസ്സേജോ? പെട്ടെന്ന് പ്ലേ ചെയ്യ, പെട്ടെന്ന്. ഞാനൊരു തീരുമാനം എടുത്ത അതെന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാറുവിന് അറിയാമല്ലോ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നീ ക്ഷേത്രത്തിൽ വന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സ്വപ്നം കണ്ട ജീവിതം എനിക്ക് ലഭിക്കും. നീ വന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടാത്ത എൻ്റെ ഈ ജീവൻ ഞാൻ അവസാനിപ്പിക്കും. നീ വിഷമിക്കൊന്നും വേണ്ട. എന്റെ മരണത്തിന് ഉത്തരവാദി നീയല്ല, ഞാൻ തന്നെ. നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത്. എനിക്ക് ജീവൻ അവസാനിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ നിനക്ക് നൽകിയ സ്നേഹം കല്യാണോ ഒരു കടമായി സൂക്ഷിച്ചു വെച്ചാൽ മതി. അയാൾ അവളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാ. ഇനി വരുന്ന ഏതെങ്കിലും ജന്മത്തിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. എനിക്ക് ആ വോയിസ് മെസ്സേജ് മുഴുവൻ കേൾക്കണം. അവസാന നിമിഷം വരെ, എന്റെ ജീവൻ സ്വയം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം വരെ ഞാൻ എന്റെ പാറുവിനെ കാത്തിരിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിലേക്കായിരിക്കും അവൾ പോയിരിക്കുന്നത്. ആ ക്ഷേത്രം എവിടെയാണെന്ന് നിനക്കറിയോ? ആ ക്ഷേത്രത്തിന്റെ പേര് പറയുന്നില്ലല്ലോ. അവളുടെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടി നാളികേര ഉടച്ച ക്ഷേത്രം എന്നല്ലേ പറയുന്നുള്ളൂ. മറ്റാർക്കും മനസ്സിലാവരുതെന്ന് കരുതി തന്നെയായിരിക്കും അവൻ ക്ഷേത്രത്തിന്റെ പേര് പറയാതിരിക്കുന്നത്. ആ ക്ഷേത്രം ഏതാന്ന് കണ്ടുപിടിക്കാൻ എന്തോ ഒരു വഴി. ആരോ വന്നിട്ടുണ്ട്. ആരാ? നന്ദനാണോ? അല്ല, വേറൊരാളാ. വാ. അവിടെ ആരോ വന്നിട്ടുണ്ട്. തട്ടിപ്പ് ഗന്ധർവനായിരിക്കോ? അവനാണെങ്കിൽ പാറ ചിലപ്പോ അവന്റെ കൂടെ ഉണ്ടാവും. ഇവിടെ കാണുന്നില്ലല്ലോ. താക്കോൽ വെക്കാതാണോ നന്ദൻ പോയത്? ആഹാ, അപ്പൊ അകത്ത് തന്നെ ഉണ്ടല്ലേ? ഗന്ധർവൻ അപ്സരസിനെ കല്യാണം കഴിച്ച് അവളെയും കൊണ്ട് തിരിച്ചു വന്നു എന്നാ തോന്നുന്നേ. അവന്റെ തല വരെയാ വര. നന്ദാ, 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 ഗന്ധർവ, നന്ദാ. ഗന്ധർവ, മോനെ കള്ള ഗന്ധർവ, ഗന്ധർവ, നന്ദ, നന്ദ. ഇതോടെ പോയി. ഐഷ, ഒരാള് വന്നിട്ടുണ്ട്.
അവന്റെ ഫ്രണ്ടാണെന്നാ തോന്നുന്നേ. കല്യാണം ഏത് ക്ഷേത്രത്തിൽ വെച്ചാ നടക്കുന്നതെന്ന് ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കാം. കട്ടിയണ്ട, നിങ്ങൾ ലൈനിലുണ്ടാവണം. ശരി ശരി. നന്ദ, എടാ നന്ദ, ഇവൻ ഈ വീടും തുറന്നിട്ട് എവിടെ പോയി കിടക്കുക? എടാ നീ എവിടെയാടാ? ഇതിനകത്തുണ്ടെങ്കി ഒന്ന് പുറത്തിറങ്ങി വാടാ കള്ള ഗന്ധർവ. നിന്നെ നിന്റെ അപ്സേഷനെയും ശരിക്കും ഞാനൊന്ന് കണ്ടോട്ടെ. എടാ എടാ ഗന്ധർവ, ഇവനിത് എവിടെ പോയി കിടക്കുക? ഹലോ, നിങ്ങളാരാ? നിങ്ങളാരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടതേ അവനെ തന്നെയാ. നീ ഇപ്പൊ വിളിച്ചില്ലേ കള്ള ഗന്ധർവാന്നും? ആ നാറിയെ തന്നെയാ ഞങ്ങൾക്ക് വേണ്ടത്. അവൻ ഏത് ക്ഷേത്രത്തിലാ പോയിരിക്കുന്നത്? പറയടാ. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് കൊല്ലും. പാറുവിനോട് ഏത് ക്ഷേത്രത്തിൽ പോവാനാ അവൻ പറഞ്ഞത്? അവരുടെ കല്യാണം നടക്കാൻ പോകുന്നത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാ? പറയടാ. എനിക്കറിയില്ല. നിനക്കറിയാം, പറയുന്നതാണ് നല്ലത്. സത്യമായിട്ട് എനിക്കറിയില്ല. ഇന്ന് അവന്റെ കല്യാണമാണെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നേ. ഇന്ന് അവന്റെ കല്യാണമാണെന്ന് നിനക്കറിയാം. ഗന്ധർവൻ എന്ന് കള്ളം പറഞ്ഞ് അവനെ പെൺകുട്ടിയെ വലയിലാക്കിയതാണെന്ന് നിനക്കറിയാം. അവളെ ചതിക്കാനാണ് അവന്റെ ഉദ്ദേശമെന്ന് നിനക്കറിയാം. നിന്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലാടാ. അതുകൊണ്ട് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. പറയടാ, ഏത് ക്ഷേത്രത്തിൽ വെച്ച് അവന്റെ കല്യാണം നടത്താൻ അവന്റെ പ്ലാൻ? പറയടാ. എനിക്കറിയാം, പക്ഷെ പറയാൻ മനസ്സില്ല. വേണ്ട, നീ പറയണ്ട. നീ ഇനി ആരോടും ഒന്നും പറയില്ല. പറയാനേ നീ ജീവനോടെ ഉണ്ടാവില്ല. പറയണോ, ഏത് ക്ഷേത്രത്തിൽ വെച്ച കല്യാണം? പറയാൻ. അയ്യോ, ഞാൻ പറയാം. പറ, ഏത് ക്ഷേത്രം എന്ന് പറ. വടക്കുംപാട്ട് ദേവീക്ഷേത്രം. വടക്കുംപാട് ദേവീക്ഷേത്രം. മണിയൂരിൽ നിന്ന് കിഴക്കേ മുറി പോകുന്ന വഴിയാ. ഇവനെ പിടിക്കണം. നിങ്ങൾ